വായിച്ച അടുത്ത വാക്യം. എന്നാൽ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നുപോകുന്നു എന്ന് നീ ഇന്ന് അറിഞ്ഞുകൊള്ളുക. എന്നാൽ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നുപോകുന്നു എന്ന് നീ ഇന്ന് അറിഞ്ഞുകൊള്ളുക. അവൻ അവരെ നശിപ്പിക്കുകയും നിന്റെ മുമ്പിൽ താഴ്ത്തുകയും ചെയ്യും. വായിച്ചേ. അങ്ങനെ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ അവരെ നീക്കിക്കളയുകയും ക്ഷണത്തിൽ നശിപ്പിക്കുകയും ചെയ്യും. ഈ ദേശത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? വായിക്കാം. 6-ാം അധ്യായം, ഇതിന്റെ 6-ാം അധ്യായം 10-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാത്ത സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ മതി. അപ്പൊ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത, ദൈവം നിന്നെ അനാഖ്യ മല്ലന്മാരെയൊക്കെ തോൽപ്പിച്ച് വലിപ്പവും ബലവുമുള്ള ജാതിയെ തോൽപ്പിച്ച് അവന്റെ ദേശം ഇന്ന് ദൈവം നിനക്ക് തരാൻ പോവാ. ഇന്ന് പ്രൈസ് ദി ലോർഡ്. അത്ര ശ്രേഷ്ഠമായ ഒരു സ്ഥലമായതുകൊണ്ടാണ് ദൈവം അവരെ തോൽപ്പിച്ചിട്ട്. കാരണം ദൈവത്തിന് തീരെ സഹിക്കാൻ മേലാത്ത ആ ജനത്തെ നീക്കി പാലും തേനും ഒഴുകുന്ന ആ ദേശം ഇന്ന് ദൈവം തന്റെ ജനത്തെ ഏൽപ്പിക്കാൻ പോവുക. അതിന്റെ പ്രത്യേകത 10-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശമാണ്. നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നമ്മളെ ഇന്ന് കയറ്റാൻ പോവുക ദൈവം. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാരോട് അവൻ സത്യം ചെയ്ത ദേശത്തേക്ക് നമ്മളെക്കാൾ വലിപ്പവും ശ്രേഷ്ഠതയുമുള്ള വലിപ്പവും പൊക്കവുമുള്ള ജാതിയെ തകർത്ത് അവൻ നമ്മളെ ഇന്ന് അതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുക. ആ ദേശത്തിന്റെ പ്രത്യേകത, നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങൾ, നീ നിറയ്ക്കാത്ത സകല സമ്പത്തും. നോക്കണം, നീ പണിതിട്ടില്ല, നീ മെനക്കെട്ടിട്ടില്ല, നീ ഒരു എഫർട്ടും എടുത്തിട്ടില്ല. പക്ഷേ കീഴടക്കുന്ന പട്ടണത്തിലെ സകല സമ്പത്തും ഭവനങ്ങളും ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോവാ. വായിച്ചേ. നീ നിറയ്ക്കാത്ത സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും. നീ കുഴിക്കാത്ത കിണറ്, വെള്ളത്തിന് പ്രശ്നമുണ്ടെന്ന് വിചാരിച്ച് നീ പേടിക്കണ്ട. കുഴിക്കാത്ത കിണറ് ഞാൻ നിനക്ക് തരാൻ പോകുന്നേ. നീ കുഴിച്ചിട്ടില്ല, നിന്റെ വേർപ്പൊഴുക്കിയിട്ടില്ല, പക്ഷേ നീ കുഴിക്കാത്ത കിണറ്, നിറഞ്ഞു നിൽക്കുന്ന കിണറ് ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോവാ. വായിച്ചേ. നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും. നീ നട്ടിട്ടില്ല, ഈ മുന്തിരിത്തോട്ടം നീ നട്ടതല്ല, പക്ഷെ എല്ലാ മാസവും നിനക്ക് അതിന്റെ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടം. പ്രൈസ് ദി ലോർഡ്. വായിച്ചേ. ഒലിവ് തോട്ടങ്ങളും. ഒലിവ് തോട്ടം ഒരു ഇൻകമല്ല, പല ഇൻകങ്ങളാണ്. നിനക്ക് ഒരിടത്തു നല്ല ഇൻകം, പലയിടത്തുനിന്ന് സ്ഥിരതയോടെയുള്ള ഇൻകം. നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടവും നീ നട്ടുണ്ടാക്കാത്ത ഒലിവ് തോട്ടവും ദൈവം നിനക്ക് ഇന്ന് തരാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. വായിച്ചേ. നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. നീ വെറുതെയല്ല, നീ തിന്ന് ഇതിന്റെ ഫലങ്ങള്, ഇതിന്റെ സാമ്പത്തികം സകലതും അനുഭവിച്ച് നിനക്ക് തൃപ്തി പ്രാപിക്കും. അല്ലാതെ അങ്ങ് ഏകദേശം തികയുമല്ല, നിനക്ക് തൃപ്തി പ്രാപിക്കുവോളം നിന്നെ പോഷിപ്പിക്കുവാൻ കഴിവുള്ള ഒരു പട്ടണത്തിലേക്കാണ് ഇന്ന് ദൈവം നിന്നെ കൊണ്ടുപോകുന്നത്. വായിച്ചേ. നിന്റെ അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഇതൊക്കെ ദൈവം ചെയ്യും, പക്ഷെ നീ നിന്നെ കൊണ്ടുവന്ന ദൈവത്തെ മറക്കരുത്. കാരണം ഇത് അവന്റെ ജനത്തിനുള്ളൊരു സ്വഭാവമാണ്. എന്തൊക്കെ ചെയ്താലും ഒരു നന്ദിയില്ലാത്ത ജനം. ഈ ദൈവജനത്തിന്റെ കൂട്ടൊരു നന്ദിയില്ലാത്ത ജനം വേറെ ഒരു കാറ്റഗറിയിലും കാണത്തില്ല. അത്ര നന്ദിയില്ലാത്തൊരു ജനം. പ്രൈസ് ദി ലോർഡ്. വായിക്കാം. നമുക്ക് മുമ്പ് വായിച്ച ഭാഗത്തോട്ട് വരാം. 11-ാം അധ്യായം 10-ാം വാക്യം. ഈ ദേശത്തിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. ദൈവം നമുക്ക് ഇന്ന് ഏൽപ്പിക്കാൻ പോകുന്ന ദേശത്തിന്റെ പ്രത്യേകതകളാണ്. വായിച്ചേ. 11-ന്റെ 10. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോകുന്ന മിസ്രയീം ദേശം പോലെയല്ല. നീ കൈവശമാക്കാൻ, ദൈവം പറയുക, നീ കൈവശമാക്കാൻ പോകുന്ന മിസ്രയീം ദേശം നീ വിട്ടുപോകുന്ന മിസ്രയീം ദേശം പോലെയല്ല.
നീ എവിടുന്നാ വരുന്നത്? മിസ്രൈം ദേശത്തു നിന്നാ വരുന്നത്, ജാതികളുടെ രാജ്യത്തു നിന്നാ നീ വരുന്നത്. പക്ഷേ ഇനി നിന്നെ ജാതീയ ആചാരങ്ങളിൽ ഇതായിട്ടിരുന്ന നിന്നെ അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരിക, കനാൻ ദേശത്തേക്ക്. പിതാക്കന്മാർക്ക് പ്രോമിസ് ചെയ്തത്, പാലും തേനും ഒഴുകുന്നത്. ഈ ദേശം നിന്റെ മിസ്രൈം ദേശം പോലല്ല. വളരെ വ്യത്യസ്തതകളുണ്ട്. അതായത് ഒരുവൻ വചനപ്രകാരം വീണ്ടും ജനിച്ച് വിശ്വാസിയായി കഴിഞ്ഞാൽ അവൻ അന്നുവരെ ജീവിച്ച തരത്തിലല്ല അവന്റെ പുതിയ ജീവിതം. മനസ്സിലാക്കണം. ഇന്നലെ വരെ ജീവിച്ചതല്ല നിന്റെ പുതിയ ജീവിതം. പുതിയ ജീവിതത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്നലെ വരെ നീ ദൈവത്തെ അറിയാത്തവനായി ജാതീയ ചിന്തകളിൽ ജീവിച്ചുവെങ്കിൽ ഇന്ന് നീ ദൈവത്തെ അറിയുകയും ദൈവീക ചിന്തകളിൽ ജീവിക്കുന്നതുകൊണ്ട്, ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ട് നിന്റെ ജീവിതത്തിനൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ചതുപോലെയല്ല. എന്താണ് പ്രത്യേകത? വായിച്ചേ. അവിടെ നീ വിത്ത് വിതച്ചിട്ട് പച്ചക്കറിത്തോട്ടം പോലെ നിന്റെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നു. കണ്ടോ, മിസ്രൈമിൽ എങ്ങനെയായിരുന്നു? നിന്റെ ആഹാരത്തിന് നീ വേണ്ട കൃഷികളെല്ലാം ചെയ്യേണ്ടി വന്നു. അതിനെ നട്ടത് മുതൽ ഫലം എടുക്കുന്നത് വരെ അതിനെ ശുശ്രൂഷിച്ചുകൊണ്ടേയിരിക്കണം. കാലുകൊണ്ട് നനച്ച്. അവിടെ മിസ്രൈമിൽ എങ്ങനെയായിരുന്നു പണ്ട്? ഈ കാലുകൊണ്ട് ചവിട്ടി ഒഴിക്കുന്ന പമ്പായിരുന്നു. വെള്ളം നൈൽ നദിയിൽ നിന്ന് പമ്പ് ചെയ്യുന്നൊരു സിസ്റ്റമായിരുന്നു. നൈലിനെ ബേസ് ചെയ്തായിരുന്നു അവരുടെ കൃഷിയെല്ലാം. ഈ നൈൽ നദിയിൽ നിന്ന് ഇങ്ങനെ പമ്പ് ചെയ്ത് കയറ്റുന്നത് ഞാൻ പല പുസ്തകങ്ങളിലും അവരുടെ ഇതിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാലുകൊണ്ട് ചവിട്ടി വെള്ളം പമ്പ് ചെയ്ത് നട്ടത് മുതൽ ഫലം പറിക്കുന്നത് വരെ ശുശ്രൂഷിക്കേണ്ട ഒരു സംഗതിയായിരുന്നു അന്ന് നടന്നിരുന്നത്. പച്ചക്കറിത്തോട്ടം എല്ലാം അങ്ങനെയായിരുന്നു. എന്നാൽ ഇപ്പോഴോ? വായിച്ചേ. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്തു നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. മതി. എന്നാൽ നീ ഇനി ചെല്ലുന്ന ദേശത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നീ പച്ചക്കറിത്തോട്ടം നട്ടിട്ടിങ്ങി പോന്നേച്ചാൽ മതി. പിന്നെ ആര് നോക്കിക്കോളും? ദൈവം നോക്കിക്കോളും. കാരണം ഇതിന്റെ പ്രത്യേകത, ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരയും ഉള്ളതായി ആകാശത്തു നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. അതിന്റെ ആരംഭം മുതൽ അവസാനം വരെ ആര് നോക്കിക്കോളും? വെട്ടുക്കിളി തിന്നാതെ ദൈവം നോക്കിക്കോളും. പുഴു തിന്നാതെ ദൈവം നോക്കിക്കോളും. വെള്ളത്തിന് കാലാകാലങ്ങളിൽ ദൈവം മഴ പെയ്ച്ചോളും. മാത്രമല്ല, സ്ഥിരതയോടെയുള്ള വെള്ളത്തിന് താഴ്വരകളും മലകളും ഉള്ള ദേശം. നിന്റെ ജീവിതത്തിൽ ഉടനീളം ഒരടുക്കും ചിട്ടയുണ്ടാകും. മാത്രവുമല്ല, ദൈവവുമായിട്ടുള്ള സ്ഥിരതയോടെയുള്ള ഒരു ബന്ധം. നിന്റെ സകല വിഷയങ്ങളും ദൈവം നടത്തിക്കോളും. ഇസ്രായേൽ കനാൻ ദേശത്ത് വന്നു കഴിഞ്ഞാൽ നിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നിന്റെ വിഷയങ്ങളെല്ലാം ആര് നടത്തിക്കോളും? ദൈവം നടത്തിക്കോളും. അതുവരെ നിന്റെ സ്വന്തം എഫർട്ടിൽ കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്തു എങ്കിൽ, നീ കനാൻ ദേശത്ത് വന്നാൽ ആര് നടത്തും? ദൈവം നടത്തിക്കോളും. അടുത്ത വാക്യം കൂടെ വായിച്ചു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടിയിരിക്കുന്ന ഒരു ദേശം. ഈ ദേശം ഇന്ന് ദുഷ്ടന്റെ കയ്യിലാണ്. ഇന്ന് ദൈവം പറയുന്നു, നിന്നേക്കാൾ ബലമുള്ള, ഉയരമുള്ള, പൊക്കമുള്ള, ശക്തനായ ദുഷ്ടനെ തകർത്ത് തന്റെ ജനത്തിനെ അതിനുള്ളിലേക്ക് ദൈവം കയറ്റിവിടാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. അവനെ അതിനുള്ളിലേക്ക് കയറ്റിവിട്ട് ഈ ശ്രേഷ്ഠതയെല്ലാം ഇന്ന് ദൈവജനത്തിന് കൊടുക്കാൻ പോവുക. ആവർത്തന പുസ്തകം 11:22 വാക്യം.